ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സിമ്പിളായിട്ടുള്ളൊരു ലോഗോ ആനിമേഷൻ എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു ലോഗോ ആനിമേഷനാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ആനിമേഷനാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ന്യൂ കോമ്പോസിഷൻ ക്രിയേറ്റ് ചെയ്തു. ആ ബാക്ക്ഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന ഒരു ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കളർ വേണേലും ചൂസ് ചെയ്യാം. ഞാനിവിടെ ബ്ലാക്ക് തന്നെയാണ് സെലക്ട് ചെയ്തത്. എന്നിട്ട് നമ്മൾ ആ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ സോളിഡ് ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഒരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിൻ്റെ നമുക്ക് കളർ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഞാൻ അതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് നെയിം ചെയ്തു. അതിനുശേഷം മുകളിലത്തെ ടൈം ലൈനിൽ നമുക്ക് കുറച്ച് ഷേപ്സ് അവൈലബിൾ ആണ്. അതിൽ ഞാൻ എലിപ്സ് ഷേപ്സ് സെലക്ട് ചെയ്തു. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ആ ഷേപ്പിലേക്ക് കൺവേർട്ട് ആകും. എന്നിട്ട് അതിൻ്റെ മാസ്ക് ഫെദർ വാല്യൂ 800 എന്ന് ഞാൻ സെറ്റ് ചെയ്തു. ഒരു ബ്ലർ പോലത്തെ എഫക്റ്റ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ആ ലോക്ക് സിമ്പിളിന് നേരെയുള്ള ബോക്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ ലോക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ എവിടെയാണുള്ളത് അങ്ങോട്ട് പോകും. എന്നിട്ട് അവിടുന്ന് ലോഗോ നമുക്ക് നമ്മുടെ ഈ ആഫ്റ്റർ എഫക്ട്സ് പ്രൊജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യുക. അതിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടൈം ലൈനിലേക്ക് വെക്കുക. എന്നിട്ട് അതിൻ്റെ സൈസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. നമുക്ക് എന്തോരം സൈസിലാണോ വേണ്ടത് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ലോഗോ ലെയറിനെ പ്രീകമ്പോസ് ചെയ്യുക. പ്രീകമ്പോസ് ചെയ്യുമ്പോൾ മൂവ് ഓൾ ആട്രിബ്യൂട്ട്സ് ഇൻ ടു ദ ന്യൂ കോമ്പോസിഷൻ എന്ന ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് ഓക്കെ കൊടുക്കുക. എന്നിട്ട് കൺട്രോൾ D അടിച്ച് നമ്മൾ ഈ ലോഗോ ലെയറിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ഉണ്ടാക്കി ബോട്ടം ലോഗോ ലെയറിനെ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മുടെ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി CC ബോൾ ആക്ഷൻ എന്ന് പറയുന്ന ഒരു എഫക്ട്സ് സെർച്ച് ചെയ്ത് അത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ടോപ്പ് ലോഗോ ലെയറിൽ ഡ്രോപ്പ് ചെയ്യുക. കുറേ എഫക്ട്സ് അവൈലബിൾ ആണ്. ഞാനിവിടെ ചൂസ് ചെയ്തത് CC ബോൾ ആക്ഷൻ എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ആണ്. ഇനി നമ്മുടെ ടൈം ഇൻഡിക്കേറ്റർ 2 സെക്കൻഡ് മുന്നോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ CC ബോൾ ആക്ഷന്റെ ആനിമേഷൻ കീ ഫ്രെയിംസിനെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം. അതിന് ഞാൻ ആദ്യം സ്കാറ്ററും റൊട്ടേഷനും സെറ്റ് ചെയ്തു. ആക്സിസ് Z എന്നും സെറ്റ് ചെയ്തു. വീണ്ടും ടൈം ഇൻഡിക്കേറ്ററിനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം സ്കാറ്റർ വാല്യൂ 600 എന്നും റൊട്ടേഷൻ വാല്യൂ -3 എന്നും സെറ്റ് ചെയ്തു. നമുക്ക് ആനിമേഷൻ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഞാൻ വീണ്ടും നമ്മുടെ ടൈം ഇൻഡിക്കേറ്ററിനെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൊണ്ടുവച്ചതിന് ശേഷം ഗ്രിഡ് സ്പേസിംഗ് വാല്യൂ 0 എന്ന് സെറ്റ് ചെയ്തു. വീണ്ടും എൻ പൊസിഷനിലേക്ക് ടൈം ഇൻഡിക്കേറ്റർ മാറ്റിയതിന് ശേഷം ഗ്രിഡ് സ്പേസിംഗ് വാല്യൂ 1 എന്ന് സെറ്റ് ചെയ്തു. ഇനി സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ടൈം ഇൻഡിക്കേറ്ററിനെ 1 സെക്കൻഡ് മുന്നോട്ട് വെച്ചതിന് ശേഷം ബോൾ സൈസ് 100 എന്നും വീണ്ടും ടൈം ഇൻഡിക്കേറ്റർ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വെച്ചതിന് ശേഷം ബോൾ സൈസ് 200 എന്നും സെറ്റ് ചെയ്തു. ആനിമേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, എനിക്കത് മതി. ഇനി ഞാൻ ടോപ്പ് ലോഗോ ലെയറിനെ ഹൈഡ് ചെയ്തതിന് ശേഷം ബോട്ടം ലോഗോ ലെയറിനെ അൺഹൈഡ് ചെയ്തു. എന്നിട്ട് നമ്മൾ എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയി CC ലെൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഈ ബോട്ടം ലോഗോ ലെയറിൽ ഡ്രോപ്പ് ചെയ്തു. ഇനി ടൈം ഇൻഡിക്കേറ്റർ N പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട്, അതായത് ആദ്യം സെറ്റ് ചെയ്തിരുന്ന 2 സെക്കൻഡ് പോയിന്റിൽ കൊണ്ട് വെച്ചിട്ട് നമ്മുടെ ഈ CC ലെൻസിൻ്റെ ആനിമേഷൻ കീ ഫ്രെയിംസിൽ സൈസ് 0 എന്നും എൻ പൊസിഷനിൽ നിന്നും 1 സെക്കൻഡ് മുന്നോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ആനിമേഷൻ കീ ഫ്രെയിംസിലെ സൈസിനെ 500 എന്നും സെറ്റ് ചെയ്തു. ഇനി ടോപ്പ് ലോഗോ ലെയറിനെ നമ്മൾ അൺഹൈഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ആനിമേഷൻ എന്താ ഇങ്ങനെയാണുള്ളത്. ഈ ആനിമേഷൻ എല്ലാം നമ്മൾ ഒരുമിച്ച് സെലക്ട് ചെയ്ത് F9 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള ആനിമേഷൻ ലഭിക്കും. ഫൈനലായിട്ട് എനിക്ക് കുറച്ചൊരു ബ്ലർ എഫക്റ്റ് കൂടെ അപ്ലൈ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ വീണ്ടും എഫക്ട്സ് ആൻഡ് പ്രീസെറ്റ്സിൽ പോയിട്ട് CC ഫോഴ്സ് മോഷൻ ബ്ലർ എന്ന് പറയുന്ന ഒരു ആക്ഷൻ എടുത്ത് 2 ലോഗോ ലെയറിൽ ഡ്രോപ്പ് ചെയ്തു. ആദ്യം ബോട്ടം ലോഗോ ലെയറിൽ ഡ്രോപ്പ് ചെയ്തിട്ട് മോഷൻ ബ്ലർ സാമ്പിൾ വാല്യൂ 100 എന്ന് സെറ്റ് ചെയ്തു. എൻ പൊസിഷനിൽ ടൈം ഇൻഡിക്കേറ്റർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടോപ്പ് ലോഗോ ലെയറിലേക്കും ഞാൻ ഈ എഫക്റ്റ് ഡ്രോപ്പ് ചെയ്തതിന് ശേഷം
മോഷൻ ബ്ലർ സാമ്പിൾ വാല്യൂ 100 എന്ന് സെറ്റ് ചെയ്തു. രണ്ടിലും നമ്മൾ 100 എന്നാണ് വാല്യൂ സെറ്റ് ചെയ്യുന്നത്. ഫൈനലി നമ്മുടെ ആനിമേഷൻ ഇങ്ങനെയാണുള്ളത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ലോഗോ ആനിമേഷനാണ്. അപ്പോൾ ഇനിയും കൂടുതൽ ടെക്നിക്കൽ വീഡിയോസും ഇതുപോലെ ലോഗോ ആനിമേഷൻസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടാറ്റാ, ടേക്ക് കെയർ.